ഇത് നന്ദിനി തമ്പുരാട്ടി തൃപ്പൂണിത്തറ കോവിലകത്തെ. അവറ്റകളോട് മാറിപ്പോ പറയാ, മാറിപ്പോ പെണ്ണുങ്ങളെ തമ്പുരാൻ നിൽക്കുന്നത് കണ്ടില്ലേ? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്. വൃത്തിയായിട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇങ്ങനെ കയറ്റി വെച്ച് നടക്കും. അതെന്റെ ജന്മ സ്വഭാവ. അപ്പൊ ഞാൻ ഇത് കാണുന്നു. സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇങ്ങനെയായിരുന്നു. അപ്പൊ അവൾക്ക് അതിന് ഇഷ്ടം. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല. 1 മില്യണിൽ നിന്ന് വന്ന് എല്ലാ മാസവും 20 കോടി ആൾക്കാർ കാണുന്നുണ്ട്. ഒരു മാസത്തെ നമ്മുടെ ഐഡിയുടെ റീച്ചിങ് 20 കോടി ആൾക്കാർ. നമുക്ക് 20 കോടി 19 കോടി ആയി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം. അത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിക്ക് മുമ്പില്ലേ ഡൗൺ ആവും. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ 1.5 കോടി രൂപ വേണം. പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. കുറെ ആൾക്കാരുടെ ഡൗട്ടാണ്. കുറെ ആൾക്കാർ ഹസ്ബൻഡാന്ന് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതൊന്നല്ല, ബ്രദറാണ്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശാര് തരുന്നോ അവരോടൊപ്പം ഞാൻ. എന്നാലും ഒരു ദിവസം തുമ്പി കല്യാണം കഴിച്ചു പോകുമ്പോ ഏയ് അതിനുള്ള യോഗ്യത കുട്ടിക്കില്ല. കുട്ടി മുന്നാലെ നടന്നോളൂ. ചേട്ടൻ ഒറ്റക്ക് ബ്ലോഗ് തുടങ്ങുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്തട്ടെ. അവള് കല്യാണം കഴിക്കില്ല. ഇല്ലേ? എല്ലാം എനിക്ക് വേണ്ടിയാണ് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഇപ്പൊ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അച്ചാച്ചനാന്ന് പറഞ്ഞാലും മാമിയാന്ന് പറഞ്ഞാലും അതിനിടയിലൊക്കെ ഉണ്ടായിരുന്നു ചാന്തുപൊട്ട്, കണ്ണുതൊട്ട്, പൊട്ടുതൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അവനവന്റെ ഇഷ്ടല്ലേ. ഇതിലൊക്കെ കേറിയിട്ട് എനിക്ക് വയ്യ. കൺസേൺ അല്ല. ഹൂ കേഴ്സ്? പിന്നെ കുറെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതൊക്കെ എത്രന്ന് വെച്ചിട്ട് പറയാം. മാക്സിമം ഞാൻ ഇതിനോട് റിപ്ലൈ കൊടുക്കാത്ത ആളാണ്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. നിങ്ങൾ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. മാവനാന്ന് പറഞ്ഞാലും അച്ഛനാന്ന് പറഞ്ഞാലും അച്ചാച്ചനാന്ന് പറഞ്ഞാലും അത് എന്നെ ബാധിക്കണം, കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇവിടുത്തെ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവരും പറയണ അവർക്ക് കാശ് കിട്ടുന്നു, അവളെ വെച്ച് വിൽക്കുന്നു എന്നുള്ളത്. എന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതറിയാൻ പാടില്ലേ. കനകത്തിന്റെ വിഷമത്തിന്റെ ഖനം ഞാൻ മനസ്സിലാക്കുന്നു. സങ്കടപ്പെടാതിരിക്കും. സബ്സ്ക്രിപ്ഷന്റെ ചാർജ് 390 ആണ്. അതിൽ നമ്മൾ നോർമൽ കോസ്റ്റ് ഇടുന്നുണ്ട്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. പൊട്ടനും പോയി പണ്ടനും പോയി പൊട്ടും കിട്ടി. ഈ 390 ആൾക്കാർ 390 എന്റെ ഇത്ര പേര് വെച്ചിട്ട് കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്യുമ്പോ ഇത്ര ലക്ഷം രൂപ 5 ലക്ഷം അവിടെ കടിക്കുന്നു. അയ്യോ എന്നല്ല ചേട്ടാ, ഞങ്ങളുടെ തലമുറയുടെ ഒരു വലിപ്പം പറയായിരുന്നു. അവള് മോശക്കാരിയൊന്നുമല്ല. എടാ, ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിയെന്ന് വെച്ച് നമ്മൾ ആവിശ്വസിക്കരുത്. സർ, ബേസിക്കലി ഐ എം എ റിച്ച് മാൻ. ഷോ സം റെസ്പെക്ട്. പിന്നെ ഈ വന്ന് ചലക്കുന്ന ആൾക്കാർ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് വന്ന് ചലക്കണതാ. നമുക്കിപ്പോ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് പറയാം. നിങ്ങൾക്കൊക്കെ അതെങ്കിലും ഉണ്ടോ? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. വരട്ടെ, എന്തെങ്കിലും കാണാം.